സേനാപതി വേണു, ഞാനൊരു പരാമർശം, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വായിക്കാം. ശ്രീ VD സതീശൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിൽ വരാനും ഔദ്യോഗിക പരിപാടികളിലും പാർട്ടി പരിപാടികളിലും പങ്കെടുക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. എന്നാൽ മഹാരഥന്മാരിരുന്ന പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന് പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറയുന്നത് ആപത്കരമാണ്. അത് ഇന്ത്യ എന്ന മഹനീയമായ ആശയത്തെയും രാജ്യത്തിൻ്റെ മൂല്യങ്ങളെയും വികലമാക്കുന്നതിന് തുല്യമാണ്. ശ്രീ സേനാപതി വേണു, ഈ പ്രസംഗത്തിൽ എവിടെയാണ് വർഗീയത പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞത്? ശ്യാമേ, ഒരു 2 മിനിറ്റ് അതിലോട്ട് അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ്, പ്രധാനമന്ത്രി ഇന്ന് വന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ടിക്കറ്റിലോ അല്ലെങ്കിൽ NDAയുടെ ടിക്കറ്റിലോ ത്രിതല പഞ്ചായത്തുകളിൽ വിജയിച്ച അവരുടെ അംഗങ്ങളെ അനുമോദിക്കാനും, പ്രത്യേകിച്ച് അവർ വിജയിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ കേരളത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷനിൽ ഭരണം കിട്ടിയതിൻ്റെ നേട്ടങ്ങളെ നേടിയവരെയൊക്കെ അഭിനന്ദിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഞങ്ങൾ അഹമ്മദാബാദിൽ നിന്നാണ് തുടങ്ങിയത്. 87-ൽ അഹമ്മദാബാദിലെ കോർപ്പറേഷൻ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഭരണം തുടങ്ങിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഒരു പരിമിതമായ അറിവിൽ സി ഗോപകുമാർ സാറൊക്കെ പറയുന്നത് 370ഓളം കോർപ്പറേഷനുകൾ രാജ്യത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ പല കോർപ്പറേഷനുകളും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം BJP ഭരിക്കുന്നു, അവർ തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷനും ഭരിക്കുന്നു. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഒരു കാര്യം, അത് സി ശിവശങ്കർ പറയുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി അദ്ദേഹം പറയും. ഒന്ന്, BJP എന്ന രാഷ്ട്രീയ പാർട്ടി രൂപം കൊള്ളുന്ന 1980-ലാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ 6, 80. 84-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് 2 അംഗങ്ങളാണ്, ഡോക്ടർ ജങ്കർ റെഡ്ഡി, SK പാട്ടീൽ അവരുടെ പേര്. അന്ന് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി, അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാണോ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയാണോ എന്ന് എനിക്ക് വ്യക്തമായ ഓർമ്മയില്ല, 94,000 വോട്ട് നേടി. എപ്പോഴാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടി രൂപം കൊണ്ട് 4 കൊല്ലം കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളവർമ്മ രാജ അന്ന് 94,000 വോട്ട് നേടിയതാണ്. എന്ന് പറഞ്ഞാൽ അന്നും BJPക്ക് അല്ലെങ്കിൽ ഈ സംഘപരിവാറിന് തിരുവനന്തപുരത്ത് ശക്തിയുണ്ട്. അതിനുശേഷം BJP 2-ൽ നിന്ന് 84-ലെത്തി, 303-ലെത്തി, ഇപ്പൊ 245-ൽ നിൽക്കുന്നു. കേരളത്തിൽ BJPയുടെ വളർച്ചയുടെ തോത്, ശ്യാം ബാബു, നമ്മളൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ, ഞാനിപ്പോൾ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറ്റം പറയുന്ന ആളൊന്നുമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആ വളർച്ചയുടെ തോത് നമ്മളൊന്ന് മനസ്സിലാക്കണം. 2016-ൽ നമ്പൂതിരി മുതൽ നായാടി വരെ, വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്, അത് BD ജയസൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് നിയമം ഒരു സീറ്റേ കിട്ടിയുള്ളൂ, 21-ൽ നിലനിർത്താൻ പറ്റിയില്ല. മനസ്സിലായോ? അന്നും നരേന്ദ്രമോദി പറഞ്ഞത് ഞങ്ങൾ നിയമത്ത് വഴി കേരളം മുഴുവൻ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. 24 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാർലമെന്റിൽ ഒരു സീറ്റ് കിട്ടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ 25-ലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശ്യാം ബാബു 19.4 എന്നുള്ളത് 14.37, 38 എത്തിയിരിക്കുക, താഴോട്ടാണ് പോയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു, ഞങ്ങളത് സമ്മതിക്കുന്നു. കാരണം തിരുവനന്തപുരത്ത് എന്നും BJPക്ക് ശക്തിയുണ്ട്. ഞാൻ 84-ലെ കഥ പറഞ്ഞല്ലോ, പാർലമെന്റിൽ BJPക്ക് 2 സീറ്റ് കിട്ടുന്ന കാലഘട്ടത്തിൽ പോലും തിരുവനന്തപുരത്ത് വലിയ ശക്തി പ്രകടിപ്പിച്ച ഒരു പാർട്ടിയാണ്. അപ്പൊ കൊല്ലം എത്രയായി? 80-ന് ശേഷം 80, 20, 2000, 45 കൊല്ലമായി. ഈ 45 കൊല്ലക്കാലത്തെ വളർച്ചയിൽ BJPയുടെ വോട്ടിംഗ് ഷെയർ എന്ന് പറയുന്നത് 19-ൽ നിന്ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ നിങ്ങൾ കോർപ്പറേഷൻ പിടിച്ചു എന്ന് പറയുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് 14 കുറഞ്ഞു എന്നുള്ളത്. 2, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പന്തളം മുനിസിപ്പാലിറ്റി, പാലക്കാട് മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു, കിട്ടിയില്ല. കേരളത്തിലെ 948 ആണോ 58 ആണോ സബ്ജക്ട് ടു കറക്ഷൻ പഞ്ചായത്തുകളിൽ 25 എണ്ണം മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത്, മോദി തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിക്കട്ടെ, ഞങ്ങൾക്ക് ആ കാര്യത്തിൽ, ആ പ്രസംഗത്തിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷം. 3 ട്രെയിൻ 4 ട്രെയിൻ പുതുതായിട്ട് കേരളത്തിൽ തുടങ്ങി, അതൊക്കെ ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തുടങ്ങട്ടെ, ആ കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷം. പക്ഷേ മോദിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതെന്താ? സ്വർണ്ണ കൊള്ളയിൽ പങ്കാളികളായവരെ മുഴുവൻ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ, എന്നാ ഞങ്ങൾ അധികാരത്തിൽ വരുന്നത്? 14% വോട്ട് കിട്ടിയ പാർട്ടി, മോദിയുടെ പാർട്ടി, തിരുവനന്തപുരത്തെ ഒരു കോർപ്പറേഷനിൽ മാത്രം ജയിച്ചു എന്ന കാരണത്താൽ 2026-ൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പാർട്ടി ഈ കേരളത്തിൽ അവര് അധികാരത്തിന്റെ അടുത്തേക്ക് പോലും വരാൻ അവർക്ക് കഴിയില്ല എന്ന് ഈ പാനലിലിരിക്കുന്ന BJPയുടെ പ്രതിനിധി, എന്റെ ബഹുമാന്യായ സ്നേഹിതൻ ശിവശങ്കർ സാർ അടക്കമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. പിന്നെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് അതേ പ്രസംഗിക്കാനായിട്ട് കഴിയുള്ളൂ. അദ്ദേഹം ആ പ്രസംഗം നടത്തി. ഇനി മോദിയുടെ പ്രസംഗത്തിലെ സേനാപതി വേണു, ത്രിപുരയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, ഒറ്റയടിക്കാണ് എല്ലാം മാറി മറിഞ്ഞത്. അങ്ങനെയൊന്നും പൊളിറ്റിക്സിൽ നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. പല സംസ്ഥാനങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഞാന്
ഞാന് ശ്യാംബാബു കേരള രാഷ്ട്രീയത്തെ വളരെ സവിസ്തരം പഠിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി കൂടിയാണ്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 45 കൊല്ലത്തെ രാഷ്ട്രീയ രംഗത്തെ ചരിത്രങ്ങളും എന്താ പറഞ്ഞ നമുക്ക് ഡേറ്റാസ് വെച്ചാണല്ലോ നാളെ എന്ത് സംഭവിക്കുന്നുള്ള ഹൈപ്പോത്തറ്റിക്കലായിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോ ആ ഡേറ്റാസും ഫിഗറും ലഭ്യമായിട്ടുള്ളത് എന്റെയും നിങ്ങളുടെയും മുമ്പിലുള്ള കണക്കുകളെ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് 2026 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന് നരേന്ദ്രമോദിക്ക് സ്വർണ്ണക്കൊള്ളക്കാരെ പിടിക്കാൻ പറ്റത്തില്ല. കേന്ദ്രത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് EDO അല്ലെങ്കിൽ CBI പോലുള്ള അന്വേഷണ ഏജൻസികൾ കേന്ദ്രത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇനി അങ്ങ് ചോദിച്ചൊരു കാര്യം, ഇന്ന് അടൂർ പ്രകാശിനെതിരെ ഇപ്പോ SIT അന്വേഷണം തുടങ്ങിയിട്ട് 100 ദിവസമായി. 90 ദിവസമായിട്ട് കിടന്ന മുരാരി ബാബു ജയിലിൽ നിന്ന് ഇറങ്ങി മിനിഞ്ഞാന്ന് 90 ദിവസം പൂർത്തിയായി. ഒരു കേസിൽ എന്താ പറഞ്ഞ പോറ്റിക്കും ജാമ്യം കിട്ടി, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം കിട്ടി. ഇനി ഇവരൊക്കെ ഇറങ്ങുകയാണ്. എന്റെ വിനീതമായ ചോദ്യം, ഇവിടെ കൂടെ ഇടതുമുന്നണിയും BJPയും NDAയും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. സോണിയാഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്ന ഫോട്ടോയുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടൂർ പ്രകാശിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയുണ്ട്. ഞാൻ ചോദിക്കുന്നു, SITക്ക് അന്വേഷണത്തിന് സ്വതന്ത്രമായി ഹൈക്കോടതി എല്ലാ അനുമതികളും കൊടുത്തിരിക്കുന്നതല്ലേ? എന്തെങ്കിലും ഈ കാര്യത്തിൽ ഉണ്ടെങ്കിൽ ഇന്നലെ നോട്ടീസ് കൊടുക്കും, മുമ്പ് കൊടുക്കും എന്നൊക്കെ കഴിഞ്ഞ ഒരു 15-20 ദിവസമായി, ഒരു മാസമായിട്ട് നമ്മൾ കേൾക്കുന്നു. ഒരു നോട്ടീസും അടൂർ പ്രകാശിന് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സോണിയാഗാന്ധിയുടെ പേര് അന്വേഷിച്ചു. സേനാപതി വീണ്ടും ഇവിടെ സംശയം വരുന്നത് ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ? കാരണം രണ്ടുപേരും വന്നല്ലോ, ഇപ്പോ ഇടതുപക്ഷം വന്നു, ഇപ്പോഴിതാ വലതുപക്ഷം വന്നു. അല്ല, ഞാനതിനെ രാഷ്ട്രീയവൽക്കരിച്ചിട്ടല്ല ചോദിക്കുന്നത്, സ്വാഭാവികമായിട്ട് വരുന്നൊരു ചോദ്യമാണ്. ഞാൻ വീണ്ടും അങ്ങയുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. നമുക്ക് സമയക്കുറവ് ഉള്ളതുകൊണ്ട് ഞാനൊന്ന് വീണ്ടും പോയിന്റിലേക്ക് വരികയാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ VD സതീശനും KC വേണുഗോപാലും ഒക്കെ പറയുന്ന വർഗീയത എന്താണ്? വർഗീയതയുടെ കാര്യം കൂടെ പറഞ്ഞു. ഒന്ന്, അദ്ദേഹം എന്ന് പറഞ്ഞ മുസ്ലിം മാവോയിസ്റ്റ്, മുസ്ലിം ലീഗ്, മാവോയിസ്റ്റ്, കോൺഗ്രസ്. അല്ല, അതെങ്ങനെയാ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞില്ലല്ലോ. മുസ്ലിം ലീഗ്, മാവോയിസ്റ്റ്, കോൺഗ്രസ്. ശരി, ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നു, മുസ്ലിം ലീഗ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അവർക്ക് അതിനുള്ള അവകാശമില്ലേ? ഇനി അടുത്തത് മാവോയിസ്റ്റുകളിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ച പോലെ പീഡനങ്ങൾ ആരാ അനുഭവിച്ചത്? ഛത്തീസ്ഗഡിൽ ഞങ്ങളുടെ 27 നേതാക്കളെ, അതും കേന്ദ്രമന്ത്രിയും ഞങ്ങളുടെ PCC അധ്യക്ഷനുമായിരുന്ന VC ശുക്ല, ഞങ്ങളുടെ അവിടുത്തെ എന്താ പറഞ്ഞ ആഭ്യന്തരമന്ത്രി മഹേന്ദ്ര കർമ്മ, അദ്ദേഹം രൂപീകരിച്ച ഒരു സ്വകാര്യ സേനയുണ്ടായിരുന്നു സാൽവാ ജുദോ ഈ നക്സലൈറ്റുകളെ നേരിടാൻ. 27 ആളുകൾ ഞങ്ങളുടെ ഒരു വാഹനജാഥ നടക്കുമ്പോൾ തടഞ്ഞു നിർത്തി കോൺഗ്രസിന്റെ നേതൃനിരയെ മുഴുവൻ ഇല്ലാതാക്കിയവരാണ് ഈ നക്സലൈറ്റുകൾ, മാവോയിസ്റ്റുകൾ. ഞങ്ങൾ അവരുമായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തുമെന്ന് ഞങ്ങളുടെ ശത്രുക്കൾ പറഞ്ഞാൽ പോലും അതൊരു യാഥാർത്ഥ്യവുമില്ല. കാരണം ഇവർ മുഖാന്തിരം ഏറ്റവും അധികം പീഡനവും ദ്രോഹവും ഏറ്റുവാങ്ങേണ്ടി വന്നത് കോൺഗ്രസ്സാണ്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവരോടൊക്കെയുള്ള നിലപാട്. ഞാൻ ചോദിക്കുന്നത്, മുസ്ലിം ലീഗ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രാജ്യത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരെ മുഴുവൻ വർഗീയവാദികളാക്കി മാറ്റിക്കൊണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന് നിൽക്കുന്നു എന്ന കാരണത്താൽ ഞങ്ങൾ വർഗീയത മാത്രമല്ല, സേനാപതി വേണു, ജമാഅത്തെ ഇസ്ലാമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, ഇസ്ലാമിക് റിപ്പബ്ലിക് മാത്രം സ്വപ്നം കണ്ട് ഇവിടെ ജീവിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ നിങ്ങളുടെ കൂടെയാണ്. അവരുടെ വെൽഫെയർ പാർട്ടി പരസ്യമായി കൂടെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇതുവരെയും വർഗീയ പാർട്ടിയാണെന്ന്, വർഗീയ നിലപാടുണ്ട് ഒരു സംഘടനയാണെന്ന് ഒരൊറ്റ കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞ VD സതീശന് പോലും അതിന് ധൈര്യം ഉണ്ടായിട്ടില്ല. അവരുടെ ശൂറ അംഗം കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടത് എന്താണെന്നറിയാമോ? ശ്രീ സേനാപതിയോട്, ഞാൻ സമയക്കുറവുകളുണ്ടാ, നമുക്ക് വായിക്കാതെ. എന്തുകൊണ്ട് ഈ വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോന്നു? പ്രധാനമന്ത്രി പറഞ്ഞ വർഗീയത എന്താണ്? അത് പറയും. അല്ല, ഞാൻ പറഞ്ഞതല്ലേ, മുസ്ലിം ലീഗ് പ്ലസ് കോൺഗ്രസ് പ്ലസ് മാവോയിസ്റ്റ്. എന്തിനാണ് ഈ തിരുവനന്തപുരത്ത് വന്ന് വികസനത്തെ കുറിച്ചൊരു കാര്യം പറയുമ്പോൾ അതല്ല എങ്കിൽ ത്രിതല പഞ്ചായത്തിൽ ജയിച്ച കോർപ്പറേഷൻ സൂക്ഷിക്കണം, ഇത് ശ്രദ്ധിക്കണം എന്നൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. വികസനം തന്നെയാണ് അജണ്ട, പക്ഷെ ഇത് ശ്രദ്ധിക്കണം. VD സതീശനെ പോലെയുള്ള ആളുകൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. മതമാണ് പ്രശ്നം. ഇതാ ഇങ്ങനെ വിളിച്ചു പറയുന്ന ആളാണോ മുസ്ലിം ലീഗിന്റെ മതേതരവാദി? കാഞ്ഞങ്ങാട് യൂത്ത് ലീഗ് നടത്തിയൊരു ഒരു പ്രകടനത്തിൽ അമ്പലമുറ്റത്ത് പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കത്തിക്കുമെന്ന മുദ്രാവാക്യമാണ് വിളിച്ചത്. ഇവരെയാണോ ഞങ്ങൾ മതേതരവാദികൾ എന്ന് വിളിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞു തരൂ, കോൺഗ്രസ് പറഞ്ഞു തരൂ, കൂടെ നിൽക്കുന്ന പാർട്ടിയല്ലേ. യെസ്, ഒരു നിമിഷം ശ്രീ സേനാപതി വേണു, ഞാനൊന്ന് അങ്ങയിലേക്ക് തിരിച്ചെത്താം. ശ്രീ
ഒരാളോ രണ്ടുപേരോ ആരെങ്കിലും ഒരു മുദ്രാവാക്യം വിളിച്ചതോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ നിന്നുള്ള ഒരു പ്രസക്തമായ ഭാഗം എടുത്തു കാണിച്ചുകൊണ്ടോ ലീഗ് മുഴുവൻ വർഗീയമാണ് അല്ലെങ്കിൽ ലീഗിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അല്ല ശ്രീ സേനാപതിയുടെ എന്റെ ഒരു സംശയം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇവരൊക്കെ ലീഗിന്റെ ആൾക്കാരല്ലേ? കെ എം ഷാജി ലീഗിന്റെ ആളല്ലേ? UDF പ്രധാനപ്പെട്ട നേതാവല്ലേ? അയാളാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതേതര മുഖത്തെ ഈ പുകഴ്ത്തി സംസാരിച്ചത് ആരാ? VD സതീശനാണ് സംസാരിച്ചത്. അവരുടെ നിലപാടൊക്കെ മാറി. അയ്യോ അവരിപ്പോ വെറും പാവങ്ങളാണെന്ന് പറഞ്ഞു. ഞാൻ ശ്യാംബാബു ഇതൊക്കെ എന്റെ ചോദ്യങ്ങളാണ്, എന്റെ സംശയങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ എത്രയോ വർഷങ്ങളായി UDF ഭാഗമായിട്ട് നിൽക്കുന്നതാണ് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നു. പക്ഷേ അവരുടെ മതേതരത്വ സ്വഭാവം കാണിക്കുന്ന ഒരു പാർട്ടി, ആ രീതിയിലാണ് അവർ ഈ കാലത്ത് വരെയുള്ള അവരുടെ പ്രവർത്തനം എന്ന് ഞങ്ങൾ ഇപ്പോഴും കരുതുന്നു, നാളെ കരുതുന്നു. അതിനപ്പുറത്തേക്കുള്ള ഒന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. മുസ്ലിം ലീഗിനെ പ്രധാനമായിട്ടും എടുത്തു കാണിച്ചുകൊണ്ടാണ്. ശ്രീ സേനാപതി വേണു, അങ്ങയുടെ മനസ്സ് മുസ്ലിം ലീഗിനെ, അങ്ങയുടെ മനസ്സ് നന്മയുള്ളത് കൊണ്ടാണ് അങ്ങേക്ക് അത് ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്തത്. ശ്യാംബാബു, മുസ്ലിം ലീഗിനെ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് കേരളത്തിന്റെ മതേതര സ്വഭാവത്തിൽ, ഇന്ത്യയുടെ മതേതര സ്വഭാവത്തിൽ അവർ പ്രവർത്തിക്കുന്നു. അവർ ഞങ്ങളുടെ ഘടകകക്ഷിയാണ്. അവര് ആ നിലപാട് തുടരുന്നിടത്തോളം കാലം അവർ ഞങ്ങളുടെ ഘടകകക്ഷിയായിട്ട് തുടരും. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് അത് വർഗീയമെന്ന് പറയുന്നത് എങ്ങനെ? അല്ല, ഇതാണോ മതേതരത്വം എന്നാണ് ഞങ്ങൾക്ക് തോന്നിപ്പോകുന്ന ഒരു സംശയം. ഇതിൽ പ്രധാനമന്ത്രി പറയുന്നതൊക്കെ വർഗീയതയാണെന്ന് VD സതീശൻ പറയുന്നു, KC വേണുഗോപാൽ പറയുന്നു. പക്ഷെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളുകൾ പച്ചയ്ക്ക് വിഷം തുപ്പുമ്പോ നിങ്ങൾ അതൊന്നും കാണുന്നില്ല. അതൊരു സങ്കടം കൊണ്ട് ചോദിച്ചു പോകുന്നതാ. അല്ല ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇനിയിപ്പം മുസ്ലിം ലീഗ് വേണ്ട, മുസ്ലിം സഹോദരന്മാര് വേണ്ട, നമ്മൾ പ്രത്യേകമായിട്ടുള്ള ആളുകൾ മാത്രം എന്തിനാ ഇത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? മുസ്ലിം ലീഗിനെതിരെ പറയുമ്പോ, ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുമ്പോ, പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി പറയുമ്പോ, ഇതെന്തിനാ നേരെ മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള വെല്ലുവിളിയായി ചിത്രീകരിക്കുന്നത്? ശ്രീ സേനാപതി വേണു, അങ്ങ് തന്നെ ആലോചിച്ച് നോക്കൂ. എന്തിനാണ് ഇതെങ്ങനെ ഇത് മുസ്ലിം സമുദായത്തിനുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞൊരു